വെൽക്കം ടു ടേസ്റ്റ് ഹണ്ടർ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് ആണ്, വാട്ടർമെലൺ സ്പ്രൈറ്റ് ജ്യൂസ്. നമുക്കത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനൊരു വലിയ തണ്ണിമത്തൻ്റെ പകുതിയാണ് എടുക്കുന്നത്. ഒരു കത്തിയും സ്പൂണും ഉപയോഗിച്ച് വത്തക്കയുടെ മുകളിലെ ഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. പൊട്ടാതെ ശ്രദ്ധിക്കുക. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഭാഗം നമുക്ക് ചുരണ്ടിയെടുക്കാം. ഞാനൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ചുരണ്ടിയെടുക്കുന്നുണ്ട്. അത് നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റിയിടാം. ഇതുപോലെ മുഴുവനായും ചുരണ്ടിയെടുക്കണം. തണ്ണിമത്തൻ്റെ ഈ പച്ചത്തോട് നമുക്ക് കളയേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ ചുരണ്ടിയെടുത്തിട്ടുള്ള ഈ തണ്ണിമത്തൻ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം. ഞാനിത് ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര കൂടി ചേർക്കാം. ഇനി ഇതൊന്ന് നമുക്ക് ജ്യൂസ് ആക്കിയിട്ടെടുക്കാം. ഇതിൽ തണ്ണിമത്തൻ്റെ കുരു പെട്ടാലും പ്രശ്നമൊന്നുമില്ല. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള തണ്ണിമത്തൻ്റെ പീസ് എടുത്തിട്ട് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്യാം. ഇതിൽ പക്ഷേ കുരു പെടാൻ പാടില്ല. നമുക്ക് ഇതിൽ നിന്ന് തണ്ണിമത്തൻ്റെ കുരുവൊക്കെ ഒഴിവാക്കാം. ഇപ്പോൾ എല്ലാം കളഞ്ഞിട്ടുണ്ട്. ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള ഈ തണ്ണിമത്തന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ അടുത്തതായി ചെയ്യേണ്ടത് നമ്മുടെ ജ്യൂസ് ഒന്ന് അരിച്ചെടുക്കണം. ഇപ്പോൾ തണ്ണിമത്തൻ ജ്യൂസായി. ഇതിനി തണ്ണിമത്തൻ ബൗളിലേക്ക് ഒഴിക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തണ്ണിമത്തൻ പീസ് കൂടി ചേർക്കാം. ഇതിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീര് കൂടി ചേർക്കുക. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് സ്പ്രൈറ്റ് ആണ്. 1/2 ലിറ്റർ സ്പ്രൈറ്റ് ബോട്ടിൽ മതിയാകും. ഞാനിപ്പോൾ ഇതിൽ നിന്ന് ഒരു 300 ml മാത്രമാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർക്കാം. ഇതിലേക്ക് ഇനി ഐസ് ക്യൂബ് കൂടി ചേർക്കാം.
ഇനി ഇത് പെട്ടെന്ന് തണുക്കാനായി നമുക്കൊരു പാത്രത്തിൽ ഐസ് ക്യൂബ് എടുത്ത് ഈ തണ്ണിമത്തൻ ബൗൾ നമുക്കതിലേക്ക് ഇറക്കി വെക്കാം. അപ്പോൾ നമ്മുടെ വാട്ടർമെലൺ സ്പ്രൈറ്റ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.